ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ തമ്പനെയിലിൽ കണ്ടതുപോലത്തെ 3D AI ഇമേജ്, നമ്മുടെ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചിട്ടുള്ള 3D AI ഇമേജസൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. തമ്പനെയിലിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് കിട്ടും. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പ്ലേ സ്റ്റോർ. ഇതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിലോട്ട് പോവുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് ബിങ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ബിങ് AI എന്ന് പറഞ്ഞാൽ ആദ്യമേ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിങ് AI എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ബിങ് ചാറ്റ് വിത്ത് AI എന്ന് പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബിങ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. നമ്മളെ ഈസി ആയിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാതെ നമുക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 3D സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള ഈ നമ്മൾ തമ്പനെയിലിൽ കണ്ടിട്ടുള്ള ഈ 3D ഇമേജസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാനിത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം താഴത്തെ ഹോം, ന്യൂസ് അതൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനം ഒരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ വേറൊരു വിൻഡോ നമുക്കിത് ഓപ്പണായിട്ട് വന്നതിന് ശേഷം ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം ഇമേജ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് താഴെ കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ആ കോട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ ഇത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം ഇതിലൊരു കോഡുണ്ട്. കോഡിൽ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ഒക്കെ ഇത് ചെയ്യുക. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇയർ ഏതാണോ, ജസ്റ്റ് ഒന്ന് ഇയറിൻ്റെ നിങ്ങളുടെ ഇയർ ഏതാണോ, ഞാൻ നമ്മുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലകത്ത് ഈ ലിങ്ക് കോഡ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇയർ എത്രയാണെന്ന്, ഇത് ജസ്റ്റ് 80 ആണ് കിടക്കുന്നത്. നമ്മുടെ ഇയർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയ ലോഗോ ഇത് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റയുടെ പേര്, നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൻ്റെ പേര് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. നിങ്ങളുടെ ഇൻസ്റ്റ അക്കൗണ്ടിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ കോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി പേസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ഇതൊക്കെ ലോഡായിട്ട് വരാനും കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കുറച്ച് ടൈമൊക്കെ നമുക്ക് വേണ്ടി വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഏകദേശം ഒരു 10-25 സെക്കൻഡെങ്കിലും നമുക്കിതിന് വേണ്ടി വരും. അങ്ങനെയായിരിക്കും നമുക്കിത് ജനറേറ്റ് ആകുന്നത്. ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എന്തായാലും കുറച്ച് ടൈം നമുക്കിത് വേണ്ടി വരും. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ബിങ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് താഴെ കാണുന്ന ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് ലോഗിൻ ചെയ്താലേ നമുക്ക് എന്ത് കാര്യവും നമുക്ക് നടക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ ആ കോഡ് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഇയറും ഇൻസ്റ്റയുടെ ഏതൊക്കെയാണോ ഇൻസ്റ്റ അതെല്ലാം ഞാൻ കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതെല്ലാം ക്രിയേറ്റ് ആയിട്ട് വരികയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്കിംഗ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സേവ് ചെയ്ത് ഉപയോഗിക്കാം. ജസ്റ്റ് അവിടുന്ന് ഒരു 4 ഇമേജസ് നമുക്ക് കിട്ടും. എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോലെ ബെൽ ഐക്കൺ കൂടി ഇനാബിൾ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ബൈ.